നമ്മളിപ്പോൾ മലക്കപ്പാറ വന്നിറങ്ങി. മലക്കപ്പാറ വന്നിറങ്ങിയിട്ട് ഞാൻ ഡാമിൻ്റെ അവിടേക്ക് പോകാമെന്ന് വെച്ചാണ് ഇരുന്നത്. അപ്പോൾ ഒരു തോന്നൽ ഈ മുഡീസ് വഴി വാൽപ്പാറ വഴി പോയാലൊന്ന്. മുഡീസ് എസ്റ്റേറ്റൊക്കെ നല്ല ഭംഗിയുള്ളൊരു വ്യൂ ഉള്ള വഴിയാണെന്നൊക്കെ മുമ്പ് വന്ന സമയത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വഴി വിടാമെന്ന് വെച്ചിരിക്കുകയാണ്. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും നല്ല വ്യത്യസ്തമായിട്ടെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള നിറയെ തേയിലത്തോട്ടങ്ങളൊക്കെ ആയിരിക്കും, പക്ഷേ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാഴ്ചകളും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കൊണ്ടുള്ളൊരു യാത്രയായിരിക്കും ഈ മുഡീസ് വഴിയുള്ള വാൽപ്പാറ യാത്ര, അതായത് നമ്മുടെ മലക്കപ്പാറയിൽ നിന്ന്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺ. അപ്പോൾ നമ്മൾ മലക്കപ്പാറ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടോ. ഇവിടെ ഓട്ടോറിക്ഷയുണ്ട് അങ്ങനെ. അപ്പോൾ നമ്മൾ തമിഴ്നാടാണ്, അതിൻ്റെ അപ്പുറത്താണ് കേരളം വരുന്നത്. നമ്മൾ വന്ന ബസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ അടുത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മൊമെൻ്റായിട്ട് മാറാറുണ്ട്. ഇന്നത്തെ എൻ്റെ യാത്രയും അങ്ങനെ തന്നെയായിരുന്നു. മലക്കപ്പാറ വന്ന് പോകാമെന്ന് തീരുമാനിച്ചിരുന്ന എൻ്റെ മനസ്സിലേക്ക് കൂടെ ഉണ്ടായിരുന്ന യാത്രികനായ ഷിജു എന്നു പേരുള്ള ആ ചേട്ടൻ മുഡീസ് വഴി വാൽപ്പാറ വരെ പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാനെടുത്ത ആ തീരുമാനത്തിൻ്റെ ഫലമാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയും ഈ മനോഹര അനുഭവവും. അപ്പോൾ നമ്മുടെ മുഡീസ് വഴി പോകാനുള്ള ബസ് ഇതാ വരുന്നുണ്ട്. അതിൽ ഓക്കെ, ബസ് വന്ന് തിരിക്കുകയാണ്. കയറട്ടേട്ടോ. ആദ്യമായിട്ടാണ് തമിഴ്നാടിൻ്റെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ഞാൻ യാത്ര ചെയ്യുന്നത്. നല്ല പാട്ടൊക്കെ വെച്ചിട്ട് നല്ല രസമാണ്. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റിൽ നിന്നും മുഡീസ് വഴി വാൽപ്പാറയ്ക്ക് പോകുന്നതിന് 17 രൂപയാണ് ചാർജ് കേട്ടോ. പുറത്ത് നല്ല കോടമഞ്ഞുള്ളതുകൊണ്ട് ഒട്ടും വിസിബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും എടുത്ത തീരുമാനം മോശമായി പോയോ എന്നൊരു ചിന്ത ഉള്ളിലുണ്ടായിരുന്നു. എന്നാൽ വരുന്ന കാഴ്ച എന്ന് പറയുന്നത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ആദ്യം ഞാൻ ഈ മുഡീസ് എസ്റ്റേറ്റിൻ്റെ ചെറിയൊരു ചരിത്രം പറഞ്ഞുതരാം. 150 വർഷം പഴക്കമുള്ള ബോംബെ ബർമ ട്രേഡിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് 1913 തോട്ടം ബിസിനസ്സിലേക്ക് ചേക്കേറുന്നത്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഉടനീളം 2822 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്തു വരുന്നവർ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലെ ആനമലക്കുന്നുകളിൽ ആദ്യത്തെ എസ്റ്റേറ്റ് അവർ തുറന്നിരുന്നു. 1962 നമ്മൾ ഈ പോകുന്ന ദി മുഡീസ് ഗ്രൂപ്പ് ഓഫ് എസ്റ്റേറ്റുകൾ സ്ഥാപിക്കുന്നത്. ഇന്ന് 5 എസ്റ്റേറ്റുകളും തേയിലത്തോട്ടത്തിനായി 1863 ഹെക്ടർ വിസ്തൃതിയുള്ള 4 ഫാക്ടറികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഒരു വശത്തിരിക്കുമ്പോൾ നമുക്ക് തോന്നും അപ്പുറത്താണ് കൂടുതൽ ഭംഗിയെന്ന്, എന്നാൽ അവിടെ പോയിരിക്കുമ്പോൾ തോന്നും ഇപ്പുറത്താണ് കൂടുതൽ ഭംഗിയെന്ന്. അങ്ങനെ 2 വശങ്ങളിലായിട്ട് മാറിയിരുന്ന് കാഴ്ചകൾ കണ്ടാണ് ഇന്ന് പോകുന്നത്. ഈ മുമ്പിലിരിക്കുന്നതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഷിജു ചേട്ടൻ. അദ്ദേഹം വാൽപ്പാറ ചെന്നിട്ട് പൊള്ളാച്ചി വഴി പോകാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ ആ ചേട്ടനൊപ്പം ജോയിൻ ചെയ്ത് വാൽപ്പാറ വരെ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഇതുപോലൊരു ബസ് സ്റ്റോപ്പ് കാണും. അവിടെ നിന്ന് കുറേ ആളുകൾ കയറും. പിന്നീട് ഇതുപോലെ വീണ്ടും എസ്റ്റേറ്റുകളുടെ ഇടയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെയും ഇതുപോലൊരു ജംഗ്ഷൻ വരും, അതുപോലൊരു സ്റ്റോപ്പ് കാണും. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഏകദേശം യാത്ര പകുതിയായപ്പോഴേക്കും ഈ തോട്ടം തൊഴിലാളികളൊക്കെ താമസിക്കുന്ന വീടുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട്.
അത് ഈ ഒരു പച്ചപ്പിന് നടുക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ചങ്ങനെ പോകുമ്പോഴാണ് തോട്ടത്തിൻ്റെ നടുക്കായിട്ട് 2 ആനകൾ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെ ഈ ആനയുടെ കാഴ്ച കൂടി കാണാം. ബസ് നിർത്തി ആനയുടെ കാഴ്ചയൊന്നും അവർ കാണിച്ചു തന്നില്ല. ചിലപ്പോൾ ഇവർക്കിതൊരു സ്ഥിരം കാഴ്ച ആയതുകൊണ്ടായിരിക്കാം. നമ്മളെന്തായാലും ഇപ്പോൾ മുഡീസ് എന്നൊരു ടൗണിൽ എത്തിയേക്കാണ്. ആ താഴെ കാണുന്നതാണ് മുഡീസ് ടൗൺ. ഇതാണ് മുഡീസ് ടൗൺ. ഇവിടെ കുറച്ച് കടകളും അതുപോലെ ഹോട്ടലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ബസ് ഇവിടെ വന്നിട്ട് ഒന്ന് തിരിച്ചിട്ടാണ് പോവുക. അതുമാത്രമല്ല ഇവിടെ ഒരുപാട് ടാക്സികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. വാനുകളും ടാറ്റ സുമോ, ജീപ്പ്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളിവിടെ ഉണ്ട്. ചിലപ്പോൾ ഇവിടേക്ക് ആളുകൾ വന്നിട്ട് ഓഫ് റോഡ് പോലത്തുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നമ്മൾ ഈ ബസ് തിരിഞ്ഞു പോകുമ്പോൾ അവരുടെ ഒരു നീണ്ട നിര അവിടെ കാണാം. ഈ ബസ്സിൽ ഇറങ്ങുന്നവരെ പ്രതീക്ഷിച്ചൊക്കെ നോക്കി നിൽക്കുന്ന ഒട്ടനവധി ടാക്സി ഡ്രൈവർമാരെ കാണാം കേട്ടോ. ഇവിടുത്തെ ഒരു പമ്പാണ് കേട്ടോ ഇത്. ചെറിയൊരു മോട്ടർ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് പോലെ ഇരിക്കുന്ന പരിപാടി. നമ്മുടെ ഇവിടെ ഇങ്ങനെ കാണാൻ പോലും കഴിയില്ല. എന്ത് വ്യത്യസ്തമായ കാഴ്ചകളാണല്ലേ. അത് കണ്ടോ, മലയുടെ മുകളിലൊരു പള്ളി. ഈ തേയിലത്തോട്ടങ്ങളുടെയൊക്കെ ഒരു മുകളിലായിട്ട് ഈ പച്ചപ്പിൻ്റെ നടുക്ക് ഒരു പള്ളി കാണുക, അത് വളരെ ഭംഗിയാണ്. ഈ വാൽപ്പാറയിൽ തന്നെ വേളാങ്കണ്ണി എന്ന പേരുള്ളൊരു പള്ളി കൂടെ ഉണ്ട് കേട്ടോ. അതിരിക്കുന്ന ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഒരു കുന്നിൻ്റെ മുകളിൽ ചുറ്റും പച്ചപ്പിൽ തേയിലൊക്കെ ആയിട്ട് അത്ര മനോഹരമായൊരു സ്ഥലത്താണ് കേട്ടോ. ഇവിടെ അടിപൊളി ഒരു തടാകം പോലത്തെ കാണാം. അതിൻ്റെ തൊട്ടപ്പുറത്ത് മുകളിലായിട്ടൊരു തേയില ഫാക്ടറി ഉണ്ട് കേട്ടോ. ആ ഒരു തേയില ഫാക്ടറിയുടെ പ്രതിബിംബം ഈ വെള്ളത്തിൽ കാണുന്നത് മനോഹരമായിരുന്നു. ഞാനത് എടുത്തപ്പോഴേക്കും സ്ഥലം കഴിഞ്ഞു പോയി. നമ്മളിപ്പോൾ ഒരു തേയില ഫാക്ടറിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ജയശ്രീ ടീ എന്നാണ് ആ ഒരു ഫാക്ടറിയുടെ പേര്. എന്തായാലും ഒരു പഴമ വിളിച്ചു വന്ന രീതിയിലുള്ളൊരു ഫാക്ടറി. അങ്ങനെ വാൽപ്പാറ ടൗണിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ. മുമ്പിലൊരു ഗ്രൗണ്ട് കണ്ടോ, അതിമനോഹരമായിട്ടുള്ളൊരു ഫുട്ബോൾ ഗ്രൗണ്ടാണ്, നല്ല പച്ചപ്പിൽ. അതിൻ്റെ അപ്പുറത്ത് ആ ടൗണിലെ ഓരോ പല നിറത്തിലുള്ള വീടുകളും ഈ പൈൻ മരങ്ങളും അതൊരു മനോഹര കാഴ്ചയാണ് നമുക്ക് സമ്മാനിക്കുന്നത് അല്ലേ. നമ്മൾ വാൽപ്പാറയിലെ താഴത്തെ ഒരു സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് വരുന്നത് മുകളിലാണ്. ഇച്ചിരി കൂടി മുമ്പോട്ട് കയറി പോയാലാണ് ആ ഒരു സ്റ്റാൻഡ് വരുന്നത്. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ആ സ്റ്റാൻഡിലും ടൗണിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വേഗം വരാം.
അപ്പോൾ അതേ നമ്മൾ വാൽപ്പാറ ജംഗ്ഷനിൽ എത്തിയേക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു മുടി എസ്റ്റേറ്റ് വഴിയുള്ള യാത്രയൊക്കെ? നല്ല രസമായിരുന്നു കാണാൻ, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് ഷോളയാറോ അല്ലെങ്കിൽ നമ്മുടെ മലക്കപ്പാറ റൂട്ട് പിടിക്കണം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്. എന്തായാലും വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു കമൻറ്റ് ചെയ്ത് തരാം, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് തരാം, ലൈക്ക് ചെയ്തേക്കാം, ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം.